എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ പന്നി മാംസം ഹറാമാക്കിയത്? ഏറ്റവും അധികം സ്വാദിഷ്ടമായ മാംസങ്ങളിലൊന്നാണ് പന്നി മാംസം. പന്നി മാംസം കഴിച്ചാൽ ഇന്നിന്ന കുഴപ്പങ്ങളുണ്ട്, പന്നി മാംസത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇസ്ലാം ഇത് ഹറാമാക്കിയത് എന്ന് വാദിക്കുന്നവരുണ്ട്. അങ്ങനെ ശാസ്ത്രീയമായ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ ഇസ്ലാം പന്നി മാംസം ഹറാമാക്കിയിട്ടുള്ളത് എന്ന സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. സാധാരണ പന്നി മാംസം കഴിക്കുന്ന ആളുകൾ പറയും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ് പന്നി മാംസം, ബീഫിനേക്കാൾ സ്വാദാണ്. പോർക്ക് 13 തരം പോഷകങ്ങളാൽ സമൃദ്ധമാണ്. ഇതിൽ ധാരാളം പ്രോട്ടീനും കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 20% പ്രോട്ടീനും ആരോഗ്യത്തിന് ആവശ്യമായ വിവിധ വൈറ്റമിനുകളും പന്നിയിറച്ചിയിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ അയൺ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സെലീനിയം, സോഡിയം, സിങ്ക്, പൊട്ടാഷ്യം, കോപ്പർ പോലുള്ള മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. പോർക്കിലെ ഇരുമ്പിന്റെ അംശത്തെ മനുഷ്യ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ എളുപ്പവുമാണ്. 100 ഗ്രാം പന്നിയിറച്ചി ദിവസേനയുള്ള ഇരുമ്പ് ആവശ്യത്തിന്റെ 15% നൽകും. പോർക്കിൽ വൈറ്റമിൻ ഡി, B6, B12, തയാമിൻ, നിയാസിൻ, റീബോഫ്ലേബിൻ എന്നിവയും ചെറിയ അളവിൽ ഉണ്ട്. എന്നാൽ മഹാന്മാർ പഠിപ്പിക്കുന്ന ഒരു കാരണമുണ്ട്. ആ കാരണമാണ് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ പറയുക ഇൻട്രസ്റ്റിംഗ് ആയത്. അള്ളാഹു അത് ഹറാമാക്കി, പിന്നെ അവിടെ അത് എന്തിന് എന്നൊരു ചോദ്യം അടിമക്കില്ല. അള്ളാഹു ഏറ്റവും സ്വാദിഷ്ടമായ ഏറ്റവും നല്ല മാംസമായ പന്നി മാംസം അള്ളാഹ് പറയാണ് അത് നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദാസനെ സംബന്ധിച്ച് അത് എന്തിനെന്നൊരു ചോദ്യം അവിടെ ഇല്ല, അത് ഹറാം തന്നെയാണ്. അപ്പോൾ പന്നി മാംസം ഹറാമാക്കിയതിന് ശാസ്ത്രീയ കാരണങ്ങളോ യുക്തിപരമായ കാരണങ്ങളോ ഒന്നും നിരത്തേണ്ടതില്ല. കാരണം ഇതേ ശാസ്ത്രീയ കാരണങ്ങൾ നിങ്ങൾ നോക്കിയാൽ ആട് മാംസത്തിലുണ്ട്, ബീഫിലുണ്ട്, പലതിനും പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ നോക്കിയിട്ടല്ല ഹറാമാക്കിയത്. ഇതൊന്നുമില്ലെങ്കിലും എൻ്റെ വിശ്വാസിയായ അടിമയായ ഒരാൾ ഞാൻ പറഞ്ഞത് കേൾക്കുമോ എന്നറിയാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചൊരു തീരുമാനമാണ് പന്നി മാംസം നിങ്ങൾ കഴിക്കേണ്ട. പന്നി മാംസം കഴിക്കൽ ഹറാമാക്കാൻ കാരണം പന്നി മാംസത്തിൽ എന്തെങ്കിലും അണുക്കൾ ഉണ്ടായത് കൊണ്ടൊന്നുമല്ല, അത് അള്ളാഹ് ഹറാമാക്കി. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം എന്താണെന്നറിയോ? അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് എന്തിന് എന്നൊരു ചോദ്യം അവരിൽ ഉണ്ടാകാൻ പാടില്ല. പന്നി മാംസം എന്തിന് ഹറാമാക്കി? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഹറാമാക്കി, ഞാനത് സ്വീകരിക്കുന്നു. സെമിഅനാ വ അത്വഅനാ, ഇതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ നയം. നമ്മൾ കേട്ടു, നമ്മൾ അനുസരിച്ചു, മറ്റവിടെ എന്തിന് എന്നൊരു ചോദ്യത്തിനില്ല. അപ്പോൾ പന്നി മാംസത്തെക്കുറിച്ച് കേൾക്കുന്ന അതിന് ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട്, ദഹനപ്രക്രിയക്ക് മറ്റു പ്രശ്നങ്ങളുണ്ടാകും. അതിപ്പോൾ മട്ടൻ കഴിച്ചാലും പ്രശ്നമുണ്ട്, ബീഫ് കഴിച്ചാലും പ്രശ്നമുണ്ട്. ബീഫിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബീഫ് ഇതിനൊക്കെ ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ ഈ ശാസ്ത്രീയ ഗുണവും ദോഷവും നോക്കിയിട്ടൊന്നുമല്ല അള്ളാഹുവിൻ്റെ തീരുമാനം. അത് അള്ളാഹു തൻ്റെ ദാസന്മാരെ പരീക്ഷിക്കാൻ വേണ്ടി ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ഞാനത് സമയനാ വത്താന. ഇതാണൊരു വിശ്വാസിയുടെ നയം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. ഇതിൽ പന്നി മാംസം കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഞാൻ കഴിച്ചിട്ടില്ല. പന്നി മാംസം കഴിച്ചവരൊന്ന് നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് ഒന്ന്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ.